ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ കാട്ടാക്കട യൂണിറ്റ് ID കാർഡ് വിതരണവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിതുര രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കാട്ടാക്കട മധു, S. അനൽരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടറേറ്റ് നേടിയ സാമൂഹ്യ പ്രവർത്തകൻ കാട്ടാക്കട രാമുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഓരോ മാസത്തെ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ നാലാമത്തെയോ ഞായറാഴ്ച ഒരു കമ്മിറ്റി വിളിക്കുകയും ആ കമ്മിറ്റിയിൽ കൃത്യമായി പങ്കെടുക്കുകയും ആ കമ്മിറ്റി മേൽ കമ്മിറ്റിക്ക് വിവരങ്ങൾ നൽകുകയും, അതായത് ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുകയും ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ അത് യൂണിറ്റ് കമ്മിറ്റികളെ ഏൽപ്പിക്കുകയും അവരതിന് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതാരും ഇന്നിവിടെ വന്നിരിക്കുന്നവരാരും പുതിയ മെമ്പർമാരൊന്നുമല്ല, എല്ലാം പഴയ ആൾക്കാരാണ്. എല്ലാവരും എനിക്കറിയാം. ഒരു ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ അതാത് മേഖലയാണ്. നമ്മുടെ ഈ നന്ദകുമാറിനും ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് വർക്ക്ഷോപ്പ് അസോസിയേഷൻ ഇന്ന് തന്ന ഈ ആദരവെന്ന്, ഈ സ്നേഹാദരവ് ഒരുപക്ഷെ എനിക്ക് ഇന്നലെ ലയൺസ് ക്ലബ്ബ് തന്നതിനേക്കാൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ക്ലബ്ബ് തന്നതിനേക്കാൾ ഏറെ സുഖമുള്ള, മനസ്സിന് സന്തോഷമുള്ളത്. കാര്യം എന്നും കാണുന്ന ഒരു അധ്വാനത്തിൻ്റെ മണമുള്ള ഒരു പൊന്നാട, അധ്വാനത്തിൻ്റെ മണമുള്ള ഒരു മൊമെൻ്റ് അത് കിട്ടുക എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായ എനിക്ക് ഏറെ സന്തോഷമുള്ളതാണ്. ഞാനൊരു ട്രേഡ് യൂണിയൻ്റെ ആളാണ്. പോയിട്ട് ഈ ഇരിക്കുന്നവരെല്ലാം എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞുള്ള നമ്മളൊരു വളരെയധികം സൗഹൃദത്തിനപ്പുറം ഒരു സഹോദര ബന്ധമുള്ള ആളുകളാണ് എനിക്ക് ചുറ്റുമുള്ള വർക്ക്ഷോപ്പ്. മിക്കവാറും എല്ലാവരും ഈ കാട്ടാക്കടയുള്ള എല്ലാ വർക്ക്ഷോപ്പിലും, അത് രാജിയായാലും ജയകുമാരായാലും സതിയായാലും സുനിയായാലും എന്നും നമ്മൾ നിരന്തരം ബന്ധപ്പെടാം. എല്ലാ പ്രശ്നം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും ജയകുമാറിനോടും മധുവിനോടും ഒക്കെ തർക്കിക്കാറുണ്ട്. ഒരു സംഘടന, അതിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് നിരന്തരം കൂടുന്ന കമ്മിറ്റികളാണ്. കമ്മിറ്റി കൂടണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം, കഴിഞ്ഞ മാസം കമ്മിറ്റി കൂടിയെങ്കിൽ എന്താ ഇനി പറയാനുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതല്ല, സംഘടിക്കാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗമാണ്. എന്നാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നിങ്ങളില്ലെങ്കിലുള്ള സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കും. NH കൂടി പോയാലും ബൈപ്പാസ് റോഡിൽ പോയാലും നിങ്ങളാരും വർക്ക്ഷോപ്പ് നടക്കാത്ത ഒരാഴ്ചക്കാലം ഉണ്ട് എങ്കിൽ കേരളത്തിലെ ചലനം നിന്നു.